അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത് സമയത്താണ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഹദീസും കാണാൻ സാധ്യമല്ല. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല, തർക്കമില്ല. ചില മഹത്തുക്കള് ഫുഖഹാക്കള് കിതാബുകളിൽ പറഞ്ഞതായി കാണാം, യൗമുൽ ജുമുഅത്തി 12 സഅ, വെള്ളിയാഴ്ച ദിവസം 12ഓളം സമയങ്ങളുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള 12ഓളം സമയങ്ങളുണ്ട്. ലാ യൂജദു ഫീഹാ അബ്ദു മുസ്ലിം, ഒരു മുസ്ലിമായ അടിമ ആ സമയങ്ങളിൽ അല്ലാഹുവിനോട് ചോദിച്ചാൽ അസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അത്താഹു ഇയ്യാ, ഖൈറായ ദുന്യവിയായ ഉഖ്റവിയായ ഖൈറായ എന്ത് ചോദിച്ചാലും അല്ലാഹു നമ്മുടെ ദുആ ആ സമയങ്ങളിൽ ഒത്തുവന്നാൽ തീർച്ചയായും ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഫൽതമിസുഹ, അതിൽ ഏറ്റവും സാധ്യതയുള്ള സമയം ആഖിറു സഅത്തി ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ ശേഷമുള്ള സമയം, അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് കൂടുതലും സാധ്യതയുള്ളത്. ആ സമയത്ത് നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന വിഷയത്തിൽ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഖദർ നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചതായി കാണാം, ഇന്നമൻ ഖാല ബഅദ അസ്റിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ, ഒരാൾ പറഞ്ഞാൽ, മുസ്തഖ്ബിലൻ, ഖിബലക്ക് മുന്നിട്ട്, ഖിബലക്ക് തിരിഞ്ഞിരുന്ന് നല്ല ഇഖ്ലാസോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഉത്തരം കിട്ടണം, എന്റെ ഉദ്ദേശം പൂർത്തിയാകണം, എന്റെ മുറാദ് ഹാസിലാകണം, എന്റെ വിഷമങ്ങൾ മാറണം, എന്റെ കടങ്ങൾ വീടണം, എന്റെ രോഗങ്ങൾ മാറണം, എന്റെ വീടിന്റെ പണി പൂർത്തിയാകണം, എന്തൊക്കെ മുറാദുകളുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തുമാകട്ടെ അത് കരുതി ഒരാൾ ചൊല്ലിയാൽ, ഏത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ ചൊല്ലിയാൽ, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, ഇലാ അൻ തഗീബ അശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അസ്ർ നിസ്കരിച്ച് മഗ്രിബ് വരെ ഒരാൾ ചൊല്ലിയാൽ, വസഅല അല്ലാഹു ശൈഅൻ, എന്നിട്ട് അല്ലാഹുവിനോട് അവൻ ചോദിക്കുന്നു അവന്റെ ആവശ്യങ്ങൾ, മിൻ ഉമൂരി ദുനിയാ, ദുനിയാവിലെ കാര്യങ്ങൾ, ദുനിയാവിലെ ആവശ്യങ്ങൾ ചോദിക്കുന്നു, അവിദ്ദീൻ, അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, അറ്റാഹു ഇയ്യാ, തീർച്ചയായും അത് നൽകുക തന്നെ ചെയ്യും, ചോദിച്ച അല്ലാഹു കൊടുക്കുക തന്നെ ചെയ്യും, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇആനത്തുൽ താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം മഹാന്മാർ പറഞ്ഞതായി കാണാം. അപ്പൊ യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ ചൊല്ലി വെള്ളിയാഴ്ച അസ്റിന്റെ ശേഷം ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ തീർച്ചയായും സ്വീകരിക്കും. സുബ്ഹാനഹു തആല നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ, വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ.